നമസ്കാരം. ഫെബ്രുവരി മാസഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ മാസഫലത്തിൽ കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുന്ന ഒരു മാസം തന്നെയാണ്. വിവാഹം അന്വേഷിച്ച് നടന്ന വ്യക്തികൾക്ക് അവരുടെ മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കിട്ടുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നൊരു മാസം തന്നെയാണ്. അതുപോലെ തന്നെയാണ് പ്രണയം വിജയത്തിലെത്തിച്ചേരുവാനും സാധിക്കുന്നൊരു മാസം. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ പ്രണയിക്കുന്ന വ്യക്തി നിങ്ങളെ അംഗീകരിക്കുകയും ആ പ്രണയബന്ധം വിവാഹത്തിലോട്ട് പോവുകയും സന്തോഷകരമായിട്ടൊരു ജീവിതം നയിക്കുവാനുള്ള തുടക്കം കുറിക്കുന്ന ഒരു മാസം. ഒരു മാസം കൊണ്ട് തന്നെ പ്രണയം വിജയിക്കുന്നു അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നു എന്നല്ല, അതിനുള്ള ഒരു അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ വിവാഹത്തിനുള്ള ഒരു ഒരുക്കങ്ങൾ തുടങ്ങാനുള്ള സാധ്യത, ഇങ്ങനെയൊക്കെ ഒരുപാട് വിവാഹ സംബന്ധമായിട്ട് സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു മാസം തന്നെയാണ്. ഈ രാശിക്കാർക്ക് ഇവർ തൊഴിൽ രഹിതരാണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് ആശ്വസിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ്. കാരണം അവർക്ക് ജോലിക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പ്രൈവറ്റ് മേഖലയിലൊക്കെ അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു മാസം തന്നെ ജോലി പ്രവേശിക്കുവാൻ സാധിക്കുന്നു. നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ട്. അതായത് ഈ കെട്ടിട തൊഴിലാളികൾ, അല്ലെങ്കിൽ ഈ ഡ്രൈവർമാർ, അല്ലെങ്കിൽ കർഷകർ, ഇങ്ങനെയുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. നിത്യവും ജോലി ചെയ്ത് കുടുംബം സംരക്ഷിച്ചു പോകുന്ന ഒരുപാട് വ്യക്തികൾ. അവർക്ക് ചില ദിവസങ്ങളിൽ ജോലി കാണില്ല. അപ്പോൾ അവർക്ക് അതിൻ്റേതായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും ജീവിതത്തിൽ വരുന്നു. അപ്പോൾ ഈ ഒരു മാസത്തിൽ എല്ലാ ദിവസവും ജോലി ഉണ്ടാകുകയും ആ ജോലിക്ക് പോകാനുള്ള ആരോഗ്യമുണ്ടാകുകയും കൃത്യമായി ജോലി ചെയ്യുകയും ആ സാമ്പത്തികം നമുക്ക് സേവ് ചെയ്യുവാൻ സാധിക്കുകയും എല്ലാം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സമയം തന്നെയാണ്. ബിസിനസ് ചെയ്യുന്നവർക്കും അതുപോലെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. നിങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, എന്നാൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് അതുപോലെ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബിസിനസ് മാറി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇത്ര തന്നെ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടും വർഷങ്ങളോളം ചെയ്തിട്ട് നിങ്ങൾക്ക് ലാഭം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ്. നല്ലൊരു ലാഭം ലഭിക്കേണ്ട സമയത്ത് അതിൻ്റേതായ ലാഭം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഓരോ തീരുമാനങ്ങൾ എടുക്കുക. കാരണം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും നിങ്ങൾക്കെതിരായി മാറുകയും നിങ്ങൾക്ക് ദോഷമുണ്ടാക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഓരോ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ബിസിനസ് കാര്യങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. വീട്ടിലെ അന്തരീക്ഷം പ്രസന്നമായിരിക്കും, സന്തോഷകരമായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ ജീവിത പങ്കാളിയോ അല്ലെന്നുണ്ടെങ്കിൽ പ്രണയ സാക്ഷാത്കാരമോ അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുടുംബത്തിനുള്ളിലുള്ള മുതിർന്ന ആൾക്കാരുടെ ആരോഗ്യ പ്രശ്നം കാരണം ചില ഹോസ്പിറ്റൽ വാസം, അല്ലെങ്കിൽ അതിനുള്ള മാനസികമായിട്ടുള്ള ദുഃഖം, അതിൻ്റെ ധനച്ചിലവ്, ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. അതായത് ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പണച്ചെലവ് ഈ ഒരു മാസം കാണുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു നിക്ഷേപങ്ങൾ തുടങ്ങുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. ഇപ്പോൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. സാമ്പത്തികം സേവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് കാണുന്നത്. ഹോസ്പിറ്റൽ പരമായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അവസാനം പരിഹാരം പറയുന്നുണ്ട്. ആ ദേവതയെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കുള്ള ഈ ചിലവുകൾ കുറയ്ക്കുകയും ആ ഒരു ധനം സേവ് ചെയ്യാനും സാധിക്കും. കാരണം രണ്ട് രീതിയിൽ സേവ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്, അതുപോലെ തന്നെ ചിലവും കാണുന്നുണ്ട്. അപ്പോൾ ചിലവിനെ നമ്മൾ കുറയ്ക്കുകയും അതിൻ്റെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് നേട്ടമുണ്ടാകുന്ന ഒരു മാസം തന്നെയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഉയർച്ച, അല്ലെങ്കിൽ നിങ്ങളൊരു കലാപരമായിട്ടൊരു സ്ഥാപനം എത്തിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ അതിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നേട്ടങ്ങളും വളർച്ചയും ഉയർച്ചയും
അംഗീകാരങ്ങളും അതിനുള്ള ബഹുമതികളും എല്ലാം ലഭിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും. ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു മാസം തന്നെയായിരിക്കും. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ വില കുറച്ചു കാണുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ സമയം കളയാതിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഒരു ഫംഗ്ഷന് നിങ്ങൾ നിൽക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ബന്ധുക്കളുടെ ഒരു ഇടയിൽ നിൽക്കുന്നു, അത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിൽക്കുന്നു. നിങ്ങൾക്ക് അവിടെ ഒരു അംഗീകാരവും ബഹുമാനവും ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്നും മാറി നിൽക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് അംഗീകാരവും ബഹുമാനവും ലഭിക്കുവാനുള്ള ആ ഒരു കഴിവും ബഹുമതിയും ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. ഈ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബഹുമതി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലത് തന്നെയായിരിക്കും. ഈ ഒരു മാസത്തിൽ അതായത് ചെറിയ രീതിയിലുള്ള അപവാദങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ, പൊതുവേദിയിൽ നമുക്ക് അപവാദങ്ങളോ അപമാനങ്ങളോ ഏൽക്കുവാൻ ഇടയുണ്ടാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറി നിൽക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾ അംഗീകരിക്കുന്ന ഒരുപാട് വേദികൾ തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു മാസത്തിൽ മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക. വിഷ്ണു ഭഗവാൻ ആത്മാർത്ഥമായ രീതിയിൽ പ്രാർത്ഥിക്കുക. ഭഗവാന്റെ സഹസ്രനാമങ്ങൾ നിത്യവും ജപിക്കുക. ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക. വ്യാഴാഴ്ച ദിവസമെങ്കിലും ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തി ഒരു ഭാഗ്യസൂത്ത പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നതും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും കഴിയുമെങ്കിൽ ഒരു പാൽപ്പായസ വഴിപാടെല്ലാം നടത്തി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ദോഷങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും.